ഹേ ഗൈസ്, ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇൻവെൻട്രിയിലാണ്. നമ്മൾ 2-3 ദിവസം മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫുഡ് കോസ്റ്റ് അതിഭീകരമായി വർദ്ധിച്ചിരിക്കുന്നു. സോ അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ്റെ ഭാഗമായിട്ട് ഇൻവെൻട്രി, സ്റ്റോക്ക്, കൺസപ്ഷൻ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാൻ തീരുമാനിച്ചു. സോ അതിൻ്റെ ഡിസ്കഷനിലാണ് ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ഇടയ്ക്ക് ഡെലിവറിക്ക് പോകേണ്ടി വന്നു. ഡെലിവറി ഏൽപ്പിച്ചിരുന്ന ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. വേറെ സ്റ്റാൻഡ് ബൈ വണ്ടികളെല്ലാം ഇപ്പോൾ അവൈലബിൾ അല്ല. സോ നമ്മുടെ റോക്കറ്റ് തന്നെ എടുത്തു, അതിലേക്ക് സാധനം ലോഡ് ചെയ്തു, നേരെ വിട്ടു. തിരിച്ചെത്തി വീണ്ടും ഡെലിവറി. നമ്മൾ കോർപ്പറേറ്റ് ഓർഡേഴ്സൊക്കെ സാധാരണ ഡെലിവറി ചെയ്യണത് ഇവിടെയുള്ള കുറച്ച് ഓട്ടോറിക്ഷ ഗൈസിനെ കൊണ്ടാണ്. ചില റെയർ കേസസിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് അൺഅവൈലബിൾ ആവും. അപ്പോൾ പിന്നെ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും, നേരെ ഡെലിവറി ചെയ്യും. കുറച്ച് പണിയാണ്, ഡിലേ വരാതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. ഇന്ന് കാർപ്പൻറ്റർ നമ്മുടെ പുതിയ കിച്ചൻ്റെ ഫ്രണ്ടിൽ ഡോർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ പോലെ തന്നെ അത് റെഡിയാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലെ ഡോറ് അകത്തേക്ക് തുറക്കാനും റൈറ്റ് സൈഡിലെ ഡോറ് പുറത്തേക്ക് തുറക്കാനുമാണ് ഈ സെറ്റപ്പ് വെച്ചിരിക്കുന്നത്. നമ്മുടെ സർവീസ് സ്റ്റാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ നേരത്ത് കൂട്ടിമുട്ടാതിരിക്കാനും രണ്ടുപേരുടെ മൂവ്മെൻറ്റ് നല്ല ഫ്രീ ഫ്ലോ ആയിട്ട് നടക്കാൻ വേണ്ടിയാണ്. ഈ ഡോർസ് എല്ലാം കിച്ചണിലേക്കുള്ള എക്സിറ്റും എൻട്രൻസും കൂടി നമുക്ക് എക്സ്പെൻസ് വന്നത് ഏകദേശം 40,000 റുപ്പീസാണ്. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ മറ്റൊരു ജാങ്കോ വന്നിരിക്കണം, ഇൻലൈൻ 4. ഇവനാൾ കൊള്ളാലോ. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു.